ഹാനുക്ക അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ ഹനൂക്ക അത് യഹൂദരുടെ വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്. ഹാനുക്ക എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം സമർപ്പണം. അത് യഹൂദ ചരിത്രത്തിലെ നടന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതങ്ങളിലെ ഒന്നിനെ ഓർക്കുന്ന ഒരു ഉത്സവമാണ്. എബ്രായ തിരുവഴുത്തിൽ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഹാനുക്ക എന്ന് പറയുന്നത് വൈഡ്ലി ആയിട്ടുള്ള രീതിയിൽ ആഘോഷിക്കപ്പെടുകയും യഹൂദ മതപരമായിട്ടുള്ള ചടങ്ങുകളിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഉത്സവങ്ങളിലെ ഒന്നാണ്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത യഹൂദ ഉത്സവങ്ങളും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള കണക്ഷനെ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹാനുക്കയെ പറ്റിയുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദ ചരിത്രപരമായിട്ടുള്ള ബുക്കുകളായ 1 മക്കാബിയർ, 2 മക്കാബിയർ. അവ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡ്, അതായത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ ഗ്യാപ്പിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ എബ്രായ തിരുവെഴുത്ത്, അതായത് നമ്മുടെ പഴയ നിയമം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഹാനുക്കയെ നമ്മൾ പഴയ നിയമത്തിൽ കാണാത്തത്. ഹാനുക്ക ഊന്നി പറയുന്നത് യഹൂദരുടെ മതമായ ജുഡായിസത്തിൻ്റെ ആദർശങ്ങളെയും പിന്നെ യഹൂദരുടെ 2ാം ആലയത്തിനെ വീണ്ടും സമർപ്പിക്കുന്നതിനെ ഓർക്കുന്ന ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും കാൻഡിലുകൾ കത്തിച്ചാണ് ആഘോഷിക്കുന്നത്. ഹാനുക്കയുടെ ഡേറ്റുകൾ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും അത് വരുന്നത് നവംബർ അല്ലെങ്കിൽ ഡിസംബറിലാണ്. 8 ദിവസത്തേക്കാണ് അത് കൊണ്ടാടുന്നത്. ഈ വർഷം അത് ഞായറാഴ്ച, അതായത് 14-ാം തീയതി ഡിസംബർ മുതൽ തിങ്കളാഴ്ച 22-ാം തീയതി ഡിസംബർ 2025 വരെയാണ് ഹാനുക്കയുടെ ഉത്സവം. എന്താണ് ഹാനുക്കയുടെ ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെ പശ്ചാത്തലം? ഹാനുക്ക ആഘോഷിക്കുന്നത് മക്കാബിയറുടെ വിജയം. അത് മറ്റത്യാസും തൻ്റെ മകനായ ജൂഡസ് മക്കാബിയസും സെലിയൂക്കിദ് രാജാവായിരുന്ന അന്റിയോക്കസ് എപ്പിപ്പാനോസ് 4-ാമൻ്റെ മേൽ ഉണ്ടായ ആ ജയത്തിനെ കൊണ്ടാടുക, അതിനെ ഓർക്കുന്ന ഒരു ഉത്സവമാണ്. ആ അന്റിയോക്കസ് എപ്പിപ്പാനോസ് 4-ാമൻ യഹൂദരെ നിർബന്ധിച്ച് ഗ്രീക്ക് ആചാരങ്ങളൊക്കെ അവർ അഡോപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും അവൻ യഹൂദരുടെ 2ാമത്തെ ആലയത്തെ അശുദ്ധമാക്കുകയും കൂടെ ചെയ്തു. അന്റിയോക്കസ് എപ്പിപ്പാനോസ് യഹൂദ ആചാരങ്ങളായ പരിച്ഛേദന, ശബത്ത് പാലിക്കുക, ടോറ വായിക്കുക എന്നതിനെയെല്ലാം ബാൻ ചെയ്തു, അതിനെയെല്ലാം പ്രൊഹിബിറ്റ് ചെയ്തു. എന്നിട്ട് മതപരമായി മറ്റ് ജാതീക ദൈവങ്ങളെയൊക്കെ ആരാധിക്കണമെന്നും പറഞ്ഞ് യഹൂദ ജനത്തെ നിർബന്ധിച്ചു. അന്റിയോക്കസ് എപ്പിപ്പാനോസ് യഹൂദരുടെ ആലയത്തിൽ, അതായത് 2ാം ആലയത്തിൻ്റെ ഉള്ളിൽ തൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ട് എല്ലാ യഹൂദരും അതിൻ്റെ മുമ്പാകെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കൽപ്പിച്ചു. മറ്റ് ഗ്രീക്ക് ദേവന്മാരോടും യഹൂദർ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു. പക്ഷേ യഹൂദർ വഴങ്ങിയില്ല, യഹൂദർ റെഫ്യൂസ് ചെയ്തു. അങ്ങനെയാണ് വലിയ യുദ്ധമുണ്ടായതും 3 വർഷത്തെ യുദ്ധത്തിന് ശേഷം മക്കാബിയർ ജയിക്കുകയും അങ്ങനെ ആ ആലയത്തെ വീണ്ടും അവർ ശുദ്ധീകരിക്കുകയും ചെയ്തു. ഒരു പുതിയ അൾത്താര അവർ പണിയുകയും അതിനെയാണ് വീണ്ടും സമർപ്പിക്കുന്നത് 164 BC കിസ്ലേവ് മാസം 25-ാം തീയതി. യൂദാസ് പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും 8 ദിവസത്തേക്ക് ഈ സംഭവത്തെ ഓർക്കുവാൻ വേണ്ടി ഈ ഉത്സവം കൊണ്ടാടണമെന്ന്. ഈ ഉത്സവത്തെ യഹൂദർ സുക്കോത്തുമായിട്ട് കമ്പയർ ചെയ്യും. കാരണം യുദ്ധം കാരണം അവർക്ക് സുക്കോത്തിൻ്റെ ഫെസ്റ്റിവൽ മിസ്സായി പോയിരുന്നു. ഇനി എന്താണ് ഹനൂക്കയുടെ പിമ്പിലുള്ള അത്ഭുതം? തൽമൂദ് പറയുന്നത് പ്രകാരം ഈ മക്കാബിയർ ആലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ കണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ ശുദ്ധമായിട്ടുള്ള ഒലിവെണ്ണ. ആ മെനോറ എന്ന് പറയുന്ന ആ വിളക്കിനെ ഒരു ദിവസത്തേക്ക് മാത്രം കത്തിക്കുവാനായിട്ടുള്ള എണ്ണ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അത്ഭുതകരമായി ആ വിളക്കിനെ അത്ഭുതകരമായി 8 ദിവസത്തേക്ക് കത്തുവാൻ സഹായിച്ചു. അത്രയും ദിവസം കൊണ്ട് അവർക്ക് ശുദ്ധമായിട്ടുള്ള വിശുദ്ധ എണ്ണ പ്രിപ്പയർ ചെയ്യുവാൻ അവർക്ക് സമയം കിട്ടി. ഈ ഒരു അത്ഭുതം കാരണമാണ് ഹാനുക്കയുടെ ഉത്സവം 8 ദിവസത്തേക്ക് അവർ കൊണ്ടാടുന്നതും അതിനെ ഫെസ്റ്റിവൽ ഓഫ് റീഡെഡിക്കേഷൻ, വീണ്ടും സമർപ്പിക്കുന്നതിൻ്റെ ഉത്സവമായിട്ടുള്ള രീതിയിൽ അവർ ആഘോഷിക്കുന്നത്. ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. ഇനി എങ്ങനെയാണ് ഹാനുക്ക ആഘോഷിക്കുന്നത്? ഹാനുക്ക കിസ്ലേവ് മാസം 25-ാം തീയതിയാണ് ആരംഭിക്കുന്നത്, അതായത് എബ്രായ കലണ്ടറിലെ 9-ാം മാസം. അത് ആഘോഷിക്കുന്നത് നൈറ്റ്ലി മെനോറ ലൈറ്റിംഗ്, അതായത് രാത്രിയിൽ മെനോറ കത്തിച്ചുകൊണ്ടാണ് അവർ അത് ആഘോഷിക്കുന്നത്.
മെനോറ എന്ന് പറയുന്ന ആ വിളക്ക്, ആലയത്തിനുള്ളിലെ ആ വിളക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പുറപ്പാട് പുസ്തകം 27 നമ്മൾ കാണുന്നതാണ്. ദൈവം കൽപ്പിച്ചതാണ് ദൈവത്തിൻ്റെ ആലയത്തിനുള്ളിൽ ആ മെനോറ എപ്പോഴും കത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. അത് സൂചിപ്പിക്കുന്നത് ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും വസിക്കുന്നു എന്നതിനെയാണ് അത് സൂചിപ്പിച്ചത്. ഹാനുക്കയുടെ ഈ ഒബ്സർവൻസ്, ഇതിനെ ആഘോഷിക്കുന്നതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുമുള്ള തിരുവെഴുത്ത് വായന, പിന്നെ ചില സങ്കീർത്തനങ്ങൾ അവർ പാടും, പിന്നെ ദാനധർമ്മം ചെയ്യും, പിന്നെ പ്രത്യേകപരമായിട്ടുള്ള പാട്ടുകളും അവർ പാടും. അന്നത്തെ ആ ലിറ്റർജി, അതായത് ആ ചൊല്ലുകളൊക്കെ നടത്തുമ്പോൾ തന്നെ അവർ ഹലേൽ, അതായത് സ്തുതിപ്പിൻ്റെ ചൊല്ലുകളും പിന്നെ ടോറയിൽ നിന്നുള്ള പ്രത്യേക വേദഭാഗങ്ങളൊക്കെയും അവർ വായിക്കും. ഇനി എന്താണ് ഹനൂക്കിയ? ഈ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവർ മെനോറയെ റിസംബിൾ ചെയ്യുന്ന ഒരു കാൻഡിൽ സ്റ്റിക്ക്, മെഴുകുതിരി അവർ കത്തിക്കും. അതിന് വിളിക്കുന്ന പേരായിരുന്നു ഹനൂക്കിയ. ഒലിവ് എണ്ണയായിരുന്നു ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ പരമ്പരാഗതമായി അവർ ഈ മെനോറ കത്തിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോൾ അത് കാൻഡിൽസ് ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. അതിന് 8 ബ്രാഞ്ചുകളുണ്ട്. അതിൻ്റെ കൂടെ ഷമാഷ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, അല്ലെങ്കിൽ സഹായി എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിനെയാണ് ആദ്യം കത്തിക്കുന്നത്. എന്നിട്ടാണ് മറ്റ് കാൻഡിലുകൾ, മറ്റ് മെഴുതിരികൾ അവർ കത്തിക്കുന്നത്. ഈ ഷമാഷ് മറ്റ് 8 കാൻഡിലുകളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നതുമാണ്. ആ 8ൻ്റെ കൂടെ കൂട്ടുകയുമില്ല. അതിൻ്റെ ഉദ്ദേശം മറ്റ് കാൻഡിലുകൾ, മറ്റ് മെഴുതിരികൾക്ക് വെളിച്ചം പകരുക എന്നുള്ള ഉദ്ദേശമാണ്. ഈ ഷമാഷ് മറ്റ് മെഴുതിരിയേക്കാളിലും അല്പം ഉയർന്നോ അല്പം താഴ്ന്നോ ഇരിക്കും, അല്ലെങ്കിൽ സൈഡിൽ മാറിയിരിക്കും. യഹൂദർ പറയുന്നത് ഈ 8 ബ്രാഞ്ച്, ഈ 8 മെഴുകുതിരികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അത്ഭുതം നടന്ന ആ 8 ദിവസത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ്. എന്നിട്ട് അവർ ഓരോ ദിവസവും, ഈ ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും ഓരോ മെഴുകുതിരി വെച്ച് കത്തിക്കും. ഹനക്കയുമായിട്ട് കണക്റ്റഡായിട്ട് കുട്ടികൾ ഡ്രൈഡൽ എന്ന് പറഞ്ഞൊരു ഗെയിം കളിക്കും. അതിൽ എബ്രായ അക്ഷരങ്ങൾ, അത് ചൂണ്ടിക്കാണിക്കുന്ന ഫ്രേസ്, ഒരു വലിയ അത്ഭുതം അന്ന് അവിടെ നടന്നു എന്നതിനെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടികൾക്ക് വളരെ ഒരു ഫൺ ടൈമാണത്. അവർക്ക് ഗിഫ്റ്റുകൾ ലഭിക്കുകയും പിന്നെ ഹാനുക്ക ഗിഫ്റ്റായിട്ടുള്ള രീതിയിൽ അവർക്ക് കുറച്ച് മണി, അതായത് മണി ഗിഫ്റ്റ്, പൈസയായിട്ടുള്ള രീതിയിലൊക്കെയും അവർക്ക് ലഭിക്കും. പിന്നെ ഹാനുക്ക എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഡെലീഷ്യസ് ആയിട്ടുള്ള, സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്യുകയും അത് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യും. ചില ഡിഷസിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലറ്റെ, അത് പൊട്ടാറ്റോ ഫ്രിറ്റർ പോലെ തന്നെയാണ്. പിന്നെ പാൻ കേക്കുകൾ, ഡോണട്ടുകൾ ഒക്കെയും അവർ ഉണ്ടാക്കും. ഇവയെല്ലാം ഓയിൽ, അതായത് എണ്ണയിലാണ് അവർ ഫ്രൈ ചെയ്ത് അത് ഉണ്ടാക്കുന്നത്. കാരണം അത് ചൂണ്ടിക്കാണിക്കുന്നത് ആളുകൾ അപ്പോൾ ഓർക്കും, യഹൂദജനം അപ്പോൾ ഓർക്കും, അന്ന് 8 ദിവസത്തേക്ക് ആലയത്തിനുള്ളിൽ ആ അത്ഭുതകരമായി ആ മെനോറ കത്തി നിന്നതിനെ ഇവർ ഓർക്കും. എന്താണ് ഹാനുക്കയിലെ ആത്മീക പ്രാധാന്യം? 1, ദൈവത്തോടുള്ള വിശ്വസ്തത. മക്കാബിയർ അവരുടെ ആ വിശ്വാസത്തെ തള്ളിക്കളയുവാൻ അവർ ഒരുങ്ങിയില്ല. എന്തെല്ലാമാണോ എബ്രായർക്ക് എഴുതിയ ലേഖനം 11 നമ്മൾ വായിക്കുന്ന വിശ്വാസ വീരന്മാർ നേരിട്ടത്, അതുപോലെ തന്നെ വലിയ പീഡയുടെ മധ്യത്തിൽ പോലും ആ മക്കാബിയർ അവരുടെ വിശ്വാസത്തെ അവർ ഉപേക്ഷിച്ചില്ല. അവർ ദൈവത്തോട് വിശ്വസ്തരായി നിന്നു. ഹാനുക്ക നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവസന്നിധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെല്ലാം സമ്മർദ്ദമുണ്ടെങ്കിലും എന്തെല്ലാം പരീക്ഷകളുണ്ടെങ്കിലും ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം എന്ന സന്ദേശമാണ്. 2, അന്ധകാരത്തിൻ്റെ നടുവിലും വെളിച്ചം. ആ മെനോറ എന്ന് പറയുന്ന വിളക്ക് കത്തിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് അന്ധകാരത്തെ കീഴടക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചം. ഈ ഒരു ആശയം ബൈബിളിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന് സങ്കീർത്തനം 27:1 നമ്മൾ വായിക്കുന്നതാണ്, കർത്താവാണ് എൻ്റെ വെളിച്ചം, കർത്താവാണ് എൻ്റെ രക്ഷ. ദൈവത്തിൻ്റെ ജനം എത്ര ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ പോലും ദൈവത്തിൻ്റെ വെളിച്ചമാണ് ദൈവജനത്തെ നയിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. 3, വീണ്ടും സമർപ്പണവും വിശുദ്ധിയും. ഹാനുക്കയുടെ അർത്ഥം തന്നെ സമർപ്പണം എന്നാണ്. എങ്ങനെയാണോ ആലയത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിന് വീണ്ടും സമർപ്പിച്ചത്, അതുപോലെ തന്നെയാണ് വിശ്വാസികളായ നാം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം ജീവിക്കാനും നാം സമർപ്പിക്കണം. ഇത് 2 ദിനവൃത്താന്തം 29 അധ്യായത്തിൽ കാണുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്യാം. കാരണം അതിനകത്ത് നമ്മൾ കാണുന്നത് ഹെസക്കയ രാജാവ് ആലയത്തെ ശുദ്ധീകരിക്കുകയും അതിനെ വീണ്ടും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ 4, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ കരുതലും. ഹാനുക്ക ആഘോഷിക്കുന്നത് ആ മിറക്കിൾ ഓഫ് ദി ഓയിൽ, എണ്ണയുടെ ആ അത്ഭുതം, അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കാണുന്നതിനും അപ്പുറം ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന വസ്തുതയാണ്. ഇത് പല ബൈബിൾ സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം.
ഉദാഹരണത്തിന് ഏലിയാവും ആ വിധവയുടെ എണ്ണയും അതിലൊരു അല്പം അളവ് മാത്രമാണ് കുറേ നാളത്തേക്കുള്ള രീതിയിൽ നീണ്ടു നിന്നത്. പിന്നെ അത്ഭുതകരമായി ആ മരുഭൂമിയിൽ ദൈവം തൻ്റെ മക്കളായ ഇസ്രായേൽ മക്കൾക്ക് ആ മന്ന കൊടുത്ത് അവരെ പോഷിപ്പിച്ചത്. വർഷങ്ങളോളം അവർ അത് കഴിച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ദൈവത്തിൻ്റെ ജനം ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കുമെങ്കിൽ ദൈവം ഇടപെടുകയും ദൈവം പുതു വഴികളെയും തുറക്കുകയും ചെയ്യും എന്നുള്ളതാണ്. റോമർ 12:1-2 നമ്മളോട് വിളിച്ചു പറയുന്നത് തന്നെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി സമർപ്പിപ്പീൻ. അതാണ് നമ്മുടെ സമർപ്പണം. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. ഈ ലോകം ദൈവത്തിൻ്റെ സത്യത്തെ എതിർക്കുമ്പോൾ പോലും ദൈവമക്കൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. മത്തായി 5:14-16 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പാകെ പ്രകാശിക്കണം, കാരണം നിങ്ങൾ ഭൂമിയിലെ വെളിച്ചമാണ്. എങ്ങനെയാണോ ആ മെനോറ പ്രകാശത്തോടുകൂടി പ്രകാശിച്ചത്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പ്രഖ്യാപിച്ചത്, അതുപോലെ നാമും ഈ ലോകത്തിൽ വെളിച്ചമായി പ്രവർത്തിക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. വൈദവേ, എങ്ങനെയാണ് ഉപ്പും വെളിച്ചവുമായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി മറ്റൊരു സന്ദേശം ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഹാനുക്കായുടെ ആ ഒരു അർത്ഥത്തെപ്പറ്റി നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കണം. എന്തെല്ലാം വെല്ലുവിളികൾ നമ്മൾ നേരിട്ടാലും നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ വീണ്ടും ദൈവത്തിനായിട്ടൊന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സത്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. നമുക്കതുപോലെ തന്നെ ദൈവത്തിൻ്റെ വെളിച്ചമായി മറ്റുള്ളവരിലേക്ക് സത്യവും സ്നേഹവും പ്രത്യാശയും പകരുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചമായും കൂടെ നമുക്ക് പ്രവർത്തിക്കണം. അതിനായിട്ട് സമർപ്പിക്കാം. പുതിയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നത് യെരുശലേമിൽ ആ ഹാനുക്കയുടെ ഉത്സവം കൊണ്ടാടുന്ന സമയത്ത് യേശു അന്ന് അവിടെ എത്തിയിരുന്നു. യേശുവാണ് പറഞ്ഞത്, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന്. അവിടെ നിന്നാണ് സത്യ വെളിച്ചം. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ വന്ന സത്യ വെളിച്ചം. അതിനേക്കാട്ടിലെല്ലാം ഉപരിയായി നമ്മുടെ സോളിനകത്തുള്ള അന്ധകാരത്തെ, നമ്മുടെ ദേഹിക്കകത്തുള്ള അന്ധകാരത്തെ മാറ്റുവാൻ വന്ന സത്യ വെളിച്ചമായ യേശു കർത്താവ്. ആ യേശുവിൽ നിങ്ങളുടെ പ്രത്യാശ ഇന്നൊന്ന് വെക്കാമോ? ജീവിതമൊക്കെ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാമോ? അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റ് യഹൂദ ഉത്സവങ്ങളും ക്രിസ്തീയ കണക്ഷനും തമ്മിലൊക്കെയുള്ള ആ ഒരു കണക്ഷനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ടീച്ചിങ് സന്ദേശങ്ങളുടെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ സീ യു ദെയർ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.